ഒരു ഓഗസ്റ്റ് 15 നമ്മളിലേക്ക് ആഗതമാകുകയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. 77 വർഷങ്ങൾക്ക് മുമ്പ് 1947 ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി അവസാനിച്ച് ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ആരംഭിച്ച ആ നിമിഷം ഇന്ത്യ സ്വതന്ത്രമായൊരു രാജ്യമായി മാറുകയാണ്. ബ്രിട്ടീഷ് വൈദേശിക അടിമത്തം അവസാനിച്ചു എന്നുള്ളൊരു ചരിത്രം കുറിക്കുന്നതിൻ്റെ 77 വയസ്സ് പൂർത്തിയാകുകയാണ് ഈ സ്വാതന്ത്ര്യദിനം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്കാർ എവിടെയൊക്കെയാണോ വസിക്കുന്നത് ആ രാജ്യങ്ങളിൽ ആ രാജ്യത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അവർ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ 3 ഗതികളിലേക്ക് അംഗീകരിക്കുകയുണ്ടായി. അതിൻ്റെ ആത്മാവിനെ കുറിച്ച് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിനെ പറ്റിയിട്ട് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ആത്മാവിനെയും അതിൻ്റെ സത്തയും വലിച്ചൂരിയെടുത്ത് കളയുന്ന രൂപത്തിലാണ് ഇന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ടു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാൻ അർഹത ആർക്ക് എന്നുള്ളതിനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സമരത്തിന് വേണ്ടി പോരാടിയതായ ആ പോരാളികളെ പകുതി പേരുടെയും ലിസ്റ്റുകൾ വെട്ടിക്കുറച്ച് തനിക്കിഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം ഒരു പേരുകളാക്കി ക്രോഡീകരിച്ച് അത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചരിത്രത്തിനെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ നടുവിൽ ഞാനും പഠിക്കണം, എൻ്റെയും മക്കളും പഠിക്കണം, പിൻതലമുറക്കാരും പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മുസ്ലിമീങ്ങളുടെ പങ്കെന്ത് എന്നുള്ള ആ വിഷയത്തിനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെയാണ് ആ വിഷയത്തിൻ്റെ പ്രസക്തിയേറുന്നത്. നമുക്കറിയാമല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, പറങ്കികൾ ഈ രാജ്യത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ ആട്ടി ഓടിച്ചവരായിരുന്നു ഇന്ത്യക്കാർ. അതിനുശേഷം 300ഓളം വർഷം ഈ രാജ്യത്തിലെ ബ്രിട്ടീഷിൻ്റെതായ അധിപത്യത്തിൽ കോളനിവൽക്കരണം നടത്തിയപ്പോൾ ആ കോളനിവൽക്കരണത്തിൽ അവരുടെ അണ്ടറിലായിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്തത് 1857 ആദ്യമായി ഒന്നാം സ്വാതന്ത്ര്യ സമര സേന അവിടെ പ്രഖ്യാപനം ചെയ്യുകയും പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിനെ 41 years in India എന്ന് പറയുന്ന പുസ്തകത്തിൽ മാർഷൽ ലോ വളരെയധികം വ്യക്തമായി എഴുതുകയാണ്. അവിടെയാണ് നമുക്ക് എനിക്കും നിങ്ങൾക്കും പഠിക്കേണ്ട പാഠമുള്ളത്. 27,000 മുസ്ലിമീങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് 1857 മാർഷൽ ലോ പറയുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ 27,000 വരുന്നോളം മുസ്ലിമീങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തതിന്റെ പേരിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഇതേപോലെ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടേതായ പേടി സ്വപ്നങ്ങളായി മാറിക്കൊണ്ടിരുന്നതായ ദ ടൈഗർ ഓഫ് മൈസൂർ എന്നറിയപ്പെടുന്ന മഹാനാകുന്ന ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, അതേപോലെ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി മഹാന്മാരാകുന്ന അവരുടെ ചരിത്രം ഞാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ചാന്ദിനി ചൗക്കിലെ ഒരു മതപണ്ഡിതന്റെതായ മകളായിരുന്നതായ ഒരു മതപണ്ഡിതന്റെ മകളായിരുന്നതായ സൈറാബീഗം എന്ന് പറയുന്ന മഹതി. അവരുടെ ചരിത്രം എനിക്കും നിങ്ങൾക്കും ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരായിരുന്നു മഹാനാകുന്ന ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, ദ ടൈഗർ ഓഫ് മൈസൂർ എന്ന മൂലം വിക്ടോറിയൻ ആൽബർട്ട് മ്യൂസിയത്തിൽ എഴുതി അവിടെ വെച്ചിരിക്കുന്നതായ ബ്രിട്ടീഷുകാരുടെ വിക്ടോറിയൻ ആൽബർട്ട് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നതായ
ഒരു പീരങ്കിയുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പീരങ്കി കണ്ടുപിടിച്ചത് ദ ടൈഗർ ഓഫ് മൈസൂർ എന്നറിയപ്പെടുന്നതായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആയിരുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളുടെ അവരുടേതായ ഉറക്കം കെടുത്തിയ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു മഹാമനുഷ്യനായിരുന്നു മഹാരാജ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരൊറ്റ ജമാഅത്ത് നിസ്കാരം പോലും താൻ മുടക്കിയിട്ടില്ല എന്ന് തന്റെ ഉമ്മ പറയുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, അതേപോലെ നാം നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട് ചുരമുണ്ടല്ലോ, ആ വയനാട് ചുരത്തിലെ ആ പാതയുണ്ടാക്കിയത് പോലും മഹാനാകുന്ന ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാട്ടം നടത്തിയത് മഹാനാകുന്നതായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പഴശ്ശിയുടെ യുദ്ധത്തിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളെ ചർച്ച ചെയ്യാറുണ്ട്. പഴശ്ശിയുടെ യുദ്ധം ഒരിക്കലും കമ്പനിക്ക് എതിരെ ആയിരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴശ്ശിയുടെ യുദ്ധത്തിന് ഞാൻ നിങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പഴശ്ശി രാജ എന്ന് പറയുന്ന സിനിമയെ കണ്ടിട്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന പുതുതലമുറ അതിനെ കണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, പഴശ്ശി എന്ന് പറയുന്ന രാജാവിനെ പറ്റി പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവര് കോളനിക്കെതിരെ ആയിരുന്നില്ല, അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല പഴശ്ശിയുടെ യുദ്ധം നടത്തിയിരുന്നത്. ഞാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്തായിരുന്നു പഴശ്ശിയുടെ യുദ്ധത്തിന്റെ കാരണമെന്ന് ഞാൻ നിങ്ങൾ പഠിക്കണം, അതിന്റെ റീസൺ പഠിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴശ്ശി യുദ്ധം നടത്തിയത് താൻ അവിടുന്ന് നാട്ടുപിരിവ് നടത്തുന്നതിനെ അതിനെ ബ്രിട്ടീഷ് കമ്പനി അവിടുന്ന് തടഞ്ഞതിന്റെ പേരിലായിരുന്നു ആദ്യമായിട്ട് പഴശ്ശി യുദ്ധം പ്രഖ്യാപനം ചെയ്തത്. അതല്ലാതെ ബ്രിട്ടീഷുകാര് ഈ ഇന്ത്യ ഭരിക്കുന്നതിനെതിരെ ഒരിക്കലും പഴശ്ശി യുദ്ധം ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ അവർ അവിടുന്ന് പഴശ്ശിയുടെ യുദ്ധങ്ങൾ പ്രഖ്യാപനം ചെയ്യുകയും പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുകയുമായിരുന്നു ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുവെങ്കിൽ ആ ചരിത്രത്തിനെ പൊളിച്ചെഴുതിക്കൊണ്ട് പഴശ്ശി രാജ എന്ന് പറയുന്ന സിനിമകൾ അവിടുന്ന് അവതരണങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ ചരിത്ര പിൻബലങ്ങൾ പഠിക്കാതെ പുതുതലമുറകൾ അതിനെ മാത്രം ക്രോഡീകരിച്ച് പഠിച്ചു പോകുന്നത് വളരെയധികം വേദനാജനകമാണ്. എന്നിട്ടോ മൈസൂർ ടൈഗർ എന്നറിയപ്പെടുന്ന മഹാനാകുന്ന ടിപ്പു സുൽത്താൻ വെറും തീവ്രവാദി എന്ന് ആക്കി തീർക്കുമ്പോൾ എത്രയോ വേദനാജനകമാണ്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അവിടുന്ന് സമര ആഹ്വാനം നടത്തിയത് മഹാനാകുന്നതായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം മുസ്ലിമീങ്ങളെ പോലെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സംരക്ഷിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഹെക്ടർ കണക്കിന് ഭൂമികളാണ് അദ്ദേഹം കൊടുത്തു പോയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ അറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള എത്രയോ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പട്ടയ പ്രമാണം അദ്ദേഹം അവിടെ നിന്ന് പതിപ്പിച്ചു കൊടുത്തത് പോലും കോഴിക്കോട് റിജിയണൽ ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിം നാമധാരികളായതിന്റെ പേരിൽ മാത്രം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തീവ്രവാദികൾ ആക്കപ്പെടുന്നത് കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. എന്തിനേറെ നമ്മുടെ മദ്രസയിലെ 7ാം ക്ലാസ്സിന്റെ ചരിത്ര ബുക്കാകുന്ന താരീഖിൽ പോലും വ്യക്തമായ രൂപത്തിൽ അവിടുന്ന് സ്വാതന്ത്ര്യ സേന സമരാളികളുടെ പേരുകൾ എണ്ണി പറയുമ്പോൾ അതൊന്നും നമ്മുടെ കാലഘട്ടത്തിന്റെ പുതിയ തലമുറകൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ട്, മഹല്ല് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ആ മദ്രസയിൽ വിട്ട് പഠിപ്പിക്കാൻ എന്റെ പിതാക്കന്മാരും മാതാപിതാക്കൾക്കും അവിടുന്ന് തയ്യാറായിട്ടില്ല എങ്കിൽ അവർ വെച്ചു കൊടുക്കുന്ന ഫാസിസ്റ്റുകൾ വെച്ചു കൊടുക്കുന്ന മുദ്രകളെ ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം നാമധാരികളെ തീവ്രവാദികൾ മാത്രം മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പഠിക്കൽ എനിക്കും നിങ്ങൾക്കും അനിവാര്യമാണ്. ആരാകുന്നു മഹാനാകുന്ന മൗലാന മുഹമ്മദ് അലി, ആരാകുന്നു മഹാനാകുന്ന മൗലാന ഷൗക്കത്ത് എന്നറിയുമോ? ബീബി ഉമ്മ എന്നറിയപ്പെടുന്ന ഒരു മഹദിയുടെ 2 പൊന്നോമന മക്കളാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി റളിയല്ലാഹു അൻഹു. അവരുടെ ഫോർട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 പേരും ഡിഗ്രി പഠനം പൂർത്തീകരിച്ചുകൊണ്ട് ബീബി ഉമ്മ എന്ന് പറയുന്ന ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചോ, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഏത് സർവകലാശാലയിലാണ് ഞങ്ങളതേ ഉദ്യോഗത്തിന് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ബീബി ഉമ്മ
ഉമ്മ പറയുന്ന ഒരു വാക്യമുണ്ട്, പൊന്നുമക്കളെ നിങ്ങളെ ഞാൻ വിദ്യാഭ്യാസത്തിന് വിട്ടത്, നിങ്ങളെ ഞാൻ വിദ്യാഭ്യാസത്തിന് വിട്ടത് നിങ്ങളെനിക്ക് സമ്പാദിച്ചു തരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയല്ല, മറിച്ച് ഏതാഗ്രഹമെന്നറിയോ, ഈ ഭൂമിയുള്ളതെന്നറിയോ, ഖിലാഫത്തിൻ്റെതായ ആ സത്യത്തിനോട് കൂടെ നിങ്ങൾ ചേർന്നിട്ട് കലിമ ചൊല്ലിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കാൻ എന്റെ പൊന്നുമക്കളെ നിങ്ങളെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കൂടെ ചേരാൻ ഈ ബീവിയുമ്മ പറയുന്നു എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി കാലഘട്ടത്തിൽ രണ്ട് പിഞ്ചോമന മക്കളെ പറഞ്ഞുവിട്ട ബീബി ഉമ്മയുടെയും ഷൗക്കത്തനിയുടെയും മുഹമ്മദ് അലി ഷൗക്കത്തിന്റെയും കാലഘട്ടമാ. അവർ നേടിയെടുത്തതായ സ്വാതന്ത്ര്യത്തിന്റെ പേരാ ഇന്ത്യ. അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പേരാ ഇന്ത്യ. അവരെ രണ്ടുപേരെയും അതേ ജയിലിൽ അടച്ചിട്ട് ആ ജയിലിന്റെ അകത്ത് ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളതേ എനിക്ക് മാപ്പെഴുതി തരുകയാണെങ്കിൽ, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ മാപ്പെഴുതി തരുകയാണെങ്കിൽ നിങ്ങളെ രണ്ട് സഹോദരങ്ങളെയും ഞാൻ അവിടെ നിന്ന് ജയിൽ മോചിതനാക്കാമെന്ന് ബ്രിട്ടീഷിൻ്റെതായ ഭരണാധികാരി വന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, എന്റെ ഉമ്മ തന്നൊരു വാക്യമുണ്ട്, സ്വതന്ത്ര ഇന്ത്യയല്ലാതെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്രം ഇന്ത്യയല്ലാതെ ഞാനതേ ഈ ജയിലിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നിട്ടില്ല. അവിടെ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് മാപ്പെഴുതി തരുന്നവരല്ല എന്ന് ബീബി ഉമ്മയുടെ ആഹ്വാനത്തോടു കൂടി രണ്ട് മക്കൾ പറഞ്ഞു. ആ ബീബി ഉമ്മയുടെ മക്കളെ സ്വതന്ത്ര സമര സേനാനിയിൽ നിന്ന് പുറത്താക്കിയിട്ട് മാപ്പെഴുത്തി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയവരെയൊക്കെ ഇന്ന് സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ട് ഫാസിസ്റ്റ് ഭരണകൂടം അവിടുന്ന് ഉല്ലേഖനം ചെയ്യുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ചാന്ദിനി ചൗക്കിലെ ഒരു മതപണ്ഡിതന്റെ മകളായിരുന്നുവല്ലോ മഹദിയാകുന്ന സൈറാ ബീഗം റളിയല്ലാഹു അൻഹ. അവരുടെ നടത്തിയ പോരാട്ടം എന്തായിരുന്നു? പ്രിയമുള്ള സഹോദരങ്ങളെ, ചാന്ദിനി ചൗക്കിൽ കൂടിയിട്ട് അതേ എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുന്ന സമയത്ത് ലോറൻസ് എന്ന് പറയുന്നതായ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ കൂടിയിട്ട് ഒരു വെള്ളക്കുതിരയിൽ നിക്കാമണിഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ ഉടവാടും ഏന്തിക്കൊണ്ടിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിച്ച മഹദിയാണ് മഹദിയാകുന്ന ബീബി സൈറാ ബീബി റളിയല്ലാഹു അൻഹ. അവരെ പറ്റിയിട്ട് ആരാ പഠിക്കുന്നത്? അവരുടെ ചരിത്രം ഇന്ന് ആരാണ് ഓർമ്മപ്പെടുത്തുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, അതേപോലെ ഞാനും നിങ്ങളും പഠിക്കുമ്പോ പഴശ്ശിയുടെ യുദ്ധങ്ങൾ പഠിക്കുമ്പോ അതില് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമാകുന്ന ഒരു പേരുണ്ട്, മഹാനാകുന്ന ഉണ്ണി മൂസ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉണ്ണി മൂസ റളിയല്ലാഹു അൻഹു? പഴശ്ശിയോടൊപ്പം യുദ്ധം ചെയ്തിട്ട് കമ്പനി അവർക്ക് ആഹ്വാനം നടത്തിയത് 100, ആ കാലഘട്ടത്തിലെ 100 നാണയം ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ കമ്പനി കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് കമ്പനി കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 ദിർഹം ഞാൻ നൽകാം, ആ കാലഘട്ടത്തിൽ 1000 നാണയം നൽകാമെന്ന്. പഴശ്ശിയോടൊപ്പം ചേരുന്നത് നിങ്ങൾ പിന്മാറിയിട്ട് കമ്പനിയോടൊപ്പം ചേരണമെന്ന് ഉണ്ണി മൂസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അതിനെയെല്ലാം ആ ബ്രിട്ടീഷുകാരെ എല്ലാം ആട്ടി ഓടിച്ചിട്ട് അവരോടൊപ്പം എല്ലുമുറിയെ പണിയെടുത്തതായ ഉണ്ണി മൂസ റളിയല്ലാഹു അൻഹുവിനെ ഇന്ന് ആരാണ് ഓർക്കപ്പെടുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ആര് പഠിക്കുന്നു അവരുടെ ചരിത്രങ്ങള്? ഇതെല്ലാം ഒരു ഇതുവഴി കേട്ട് വലത് ചെവി കേട്ടിട്ട് ഇടത് ചെവിയിൽ കൂടി പുറന്തള്ളുക എന്നല്ലാതെ ഇതെല്ലാം കേൾക്കുമ്പോ നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന രൂപത്തിൽ ആയിത്തീരുന്നു. 2 മണിക്കൂർ കഴിയുമ്പോൾ അതൊക്കെ അസ്തമിക്കുന്നു എന്നല്ലാതെ രാജ്യത്തിന്റെ സ്വതന്ത്ര ഭാരതത്തിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു ബോധമൊന്ന് ആർക്കുണ്ട്? പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഫാസിസ്റ്റ് ഭരണകൂടം പറയുന്നതായ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് അതിനോടൊപ്പം പുറത്തുള്ളുന്നത് കവുമായിട്ട് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുള്ള കുട്ടിയെ പോലുള്ള എത്രയോ മുനാഫിക്കുകൾ ഇന്ന് കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ നാമധാരികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമിന്റെ സത്ത എന്താണെന്നോ, യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് കൊടുത്തതായ ആ
സ്വാതന്ത്ര്യ സമരത്തിന് അവർ ചെയ്തതായ പങ്കെന്താണെന്ന് ഞാൻ നിങ്ങളും പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ കൂട്ടത്തിൽപ്പെട്ടതാണ് മഹാനാകുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തൃശ്ശൂർ ജില്ലയിൽ നാം ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ വെളിയങ്കോട് എന്ന് പറയുന്ന രാജ്യത്തെ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാനാകുന്ന ഒരു പണ്ഡിതൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആരാണെന്നറിയുമോ? മഹാനാകുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയിട്ട് ആ യുദ്ധത്തിനെതിരെ പ്രഖ്യാപനം നടത്തി അവസാനം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോ സുബഹിന്റെ സമയത്തായപ്പോൾ ബ്രിട്ടീഷിന്റേതായ പട്ടാളം പോയി നോക്കുമ്പോ ആ ജയിലറയിൽ മഹാനാകുന്നതായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധ്യമല്ല. കാരണം എന്താണ്? അവിടെ കറാമത്ത് കാട്ടി മഹാനവൻ ആ ജയിലിന്റെ ഉള്ളറയിൽ നിന്ന് പുറത്തുപോയി. ഈ ചരിത്രം എത്ര പേർക്ക് എന്നറിയാം? ഇതൊക്കെ പറയുമ്പോ മായാവിയുടെയും ലൂട്ടാപ്പിയുടെയും കഥകൾ പറയുന്നത് പോലെ ലാഘവത്തോടെ കേട്ടുമടുത്തു പോകുന്ന സമുദായം മാറിയിട്ട് ഇന്ന് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പൂർവികന്മാരാകുന്ന പണ്ഡിതന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയുമോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്? മഹാനാകുന്ന മമ്പുറത്തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത മഹാനാണ്. അതേപോലെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പഠിക്കുന്നതായ മദ്രസയുടെ സിലബസിലുള്ള അറബി മലയാളം എന്ന് പറയുന്ന സിലബസ് ഇന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, ഉസ്താദെ എന്തിനാണ് ഈ അറബി മലയാളം എന്ന് പറയുന്നത്? പച്ച മലയാളത്തിൽ അടിച്ചിറക്കിയാൽ പോരെ, എന്തിന് അറബി മലയാളം എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കട്ടെ. മുസ്ലിമീങ്ങൾ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഭാഷയാണ് അറബി മലയാള ഭാഷ. ആ അറബി മലയാള ഭാഷ എന്നും കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒരു ദിവസം 2 ദിവസം കൈകാര്യം ചെയ്യുന്നവർക്ക് പെട്ടെന്നൊന്നും അറബി മലയാള ഭാഷ വായിക്കാനും പറ്റത്തില്ല, അവർക്ക് അതിനെ പഠിക്കാനും സാധ്യമല്ല. അത് മഹാന്മാര് ഔലിയാക്കന്മാരുണ്ടാക്കിയതാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലെ, മമ്പുറം തങ്ങൾ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവർ സ്വതന്ത്ര കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർക്ക് എതിരെ കത്തയക്കുന്ന സമയത്ത് അവർ അറബി മലയാളം എന്ന് പറയുന്ന ലിപിയിൽ കൂടിയിട്ടായിരുന്നു, പുതിയൊരു ഭാഷയിൽ കൂടിയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. ഇന്ന് നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ നമുക്ക് ഇന്ന് എല്ലാവർക്കും പരിചയമാണ്. മംഗ്ലീഷ് പോലെ അറബി മലയാളം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു ഭാഷ പുതുതായി ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളാകുന്നതായ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികൾക്ക് പുതിയതായ ഒരു ചിന്താഗതി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകം, ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ ഇന്ത്യ മഹാരാജ്യ സ്വാതന്ത്ര്യം ഒരിക്കലും അവിടെ നിന്ന് സാധ്യമാക്കുകയില്ലായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്, ഇതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയില്ല. മദ്രസയിൽ വരുന്ന കുട്ടികളോട് സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടും ചെങ്കോട്ടയെ പറ്റിയിട്ടും ഒറിജിനൽ അവിടെ അതേപോലെ തന്നെയാണ് ചെങ്കോട്ടയെ പറ്റിയിട്ട്, കുത്തുമിനാറിനെ പറ്റിയിട്ടും, ചാർമിനാറിനെ പറ്റിയിട്ടും, അതേപോലെ തന്നെയാണ് നമ്മുടെ മഹാന്മാരാകുന്ന മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാക്കിയതായ ചരിത്ര സ്മാരകങ്ങളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അറിവുമില്ല. കാരണം എന്താണ്? CBSE പഠിക്കുകയാണ്. CBSEയിൽ ചാർമിനാറെന്ന് കുത്തുമിനാറെന്ന് എന്ത് ചരിത്രം അവർക്കുള്ളത്? പണ്ട് കാലങ്ങളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരുന്ന ഉപ്പാപ്പമാരൊക്കെ അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെങ്കിലും അവർ അന്തസ്സായ രൂപത്തിൽ അവർ ചരിത്രം പറഞ്ഞു തരും. ഇന്ന് ആര് ചരിത്രം പഠിക്കുന്നു? മക്കളെ കൊണ്ടുപോയി CBSE സ്കൂളിലാക്കിയിട്ട് 7 മണിയാകുമ്പോൾ മദ്രസയും കട്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ പോകുന്ന ഈ മക്കളെ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ലാതെ ഏത് മക്കൾക്ക് ചരിത്രം എന്നറിയാം? ആ മക്കളോട് ചോദിക്കട്ടെ. ഇന്ന് മദ്രസയിൽ വരുന്ന കുട്ടികളോട് ഞാൻ ആറ്റം ബോംബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല. CBSE പഠിക്കുന്ന കുട്ടികളോട് ആറ്റം ബോംബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അറിയില്ല, വെർബ് എന്താണെന്നറിയില്ല, നോൺ എന്താണെന്നറിയില്ല. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നതായ ഗ്രാമറിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ബോധമില്ല. CBSE പഠിക്കുന്ന കുട്ടികളോട് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. CBSE പോലും പഠിക്കാതെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഞാനിപ്പോൾ കുട്ടികൾക്ക് ലിസാനുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക, ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ സർക്കാർ സ്കൂളിൽ പഠിച്ച ഞാൻ.
അപ്പോൾ ആലോചിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രമാത്രം നമ്മളെ മക്കള് ഈ CBSE സ്കൂളിൽ പഠിക്കാൻ പോയത് കൊണ്ട് ഉപകാരമുണ്ടെന്ന് ഞാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അന്ന് മഹാത്മാഗാന്ധി എടുത്തതായ ഒരു തീരുമാനമുണ്ടായിരുന്നു. എന്തെന്നറിയുമോ തീരുമാനം? ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പുറത്തു നിന്നുള്ളതായ ഒരു സാധനവും ഇന്ത്യയിൽ വേണ്ട എന്നുള്ള പറയുന്നതായ സത്യാഗ്രഹം നടത്തി. അതിനെ പറ്റിയിട്ട് എത്ര പേർക്കറിയാം? ഉപ്പ് സത്യാഗ്രഹത്തിനെ പറ്റിയിട്ട്. ഇന്ന് എല്ലാവരും ഓൺലൈൻ പർച്ചേസിംഗ് നടത്തുമ്പോൾ, അതേപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടും ആമസോണും, അതേപോലെ തന്നെയാണ് എത്രയോ വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്തു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ ഇന്ന് പട്ടിണികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിദേശികളാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇന്നും കച്ചവടം നടത്തുന്നത് ആരാണ്? വിദേശികളാണ്. പാവപ്പെട്ട കച്ചവടക്കാരെ ഇന്ന് പോയിട്ട് ഈച്ച അടിച്ചുകൊണ്ട് കടകളിൽ ഇരിക്കുന്നതല്ലാതെ അവർക്കൊരിക്കലും കച്ചവടം ലഭിക്കുന്നില്ല. കാരണം ഓൺലൈൻ പർച്ചേസിംഗുകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ വയനാട് ചുരം പോലുള്ള സ്ഥലങ്ങളിൽ ഒരു മുണ്ടക്കയത്ത് അവിടെ നിന്ന് ലാൻഡ്സ്കേപ്പ് ഉണ്ടായ സമയത്ത് അവരെ സഹായിച്ചത് ഒരിക്കലും ഫ്ലിപ്കാർട്ടല്ല, ആമസോൺ അല്ല. അവരെ ഒരിക്കലും സഹായിച്ചത് വിദേശ കോർപ്പറേറ്റ് കമ്പനികളല്ല. നാം എന്ന് പറയുന്ന റിലയൻസ് പോലും ഒരിക്കലും അവരെ സഹായിച്ചിട്ടില്ല. അവരെ സഹായിച്ചത് മലയാളികളാകുന്നതായ മനുഷ്യന്മാരായിരുന്നു, പാവപ്പെട്ട കച്ചവടക്കാരായിരുന്നു. ഒരു വകയ്ക്ക് പരഗതിക്ക് വളർന്നത് അവരുടെ അന്നം തേടി രാവിലെ ഇറങ്ങി പോകുന്നതായ കച്ചവടക്കാർ അവർ അകമഴിഞ്ഞവിടുന്ന് സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് വയനാട് പോലുള്ള സ്ഥലങ്ങളിലെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വതന്ത്ര ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ലക്ഷ്യബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഈ സ്വതന്ത്ര ദിനത്തിൻ്റെതായ മുന്നോട്ട് വരുന്നതായ ആ ദിനത്തിലെ യഥാർത്ഥ സത്തയെ പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നടത്തിയതെന്ന് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മുടെ പൂർവികന്മാരാകുന്ന മുൻഗാമികൾ എന്തിനു വേണ്ടിയിട്ട് അതിന് പെടാപ്പാടുപെട്ടു എന്നും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ഓഗസ്റ്റ് ദിനം 15. അപ്പോൾ നമ്മുടെ പള്ളിയിലും കൊടി ഉയർത്തും. മദ്രസ വിദ്യാർത്ഥികളെല്ലാം ഉണ്ടാകും. ആ വിദ്യാർത്ഥികളോടൊപ്പം നമ്മുടെ നാട്ടുകാരാകുന്ന എല്ലാവരും അവിടെ പരിപാടി പങ്കെടുക്കും. നമ്മൾ മാറി നിൽക്കരുത്. എല്ലാവരും അതാ പറഞ്ഞത്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മളെ പൂർവികന്മാരാകുന്നതായ നേതാക്കന്മാർ എടുത്തു തന്നതാണ് ഈ സ്വാതന്ത്ര്യം. നമുക്ക് പൂർണ്ണമായ അവകാശമുള്ളതാണ്. നമ്മൾ അവിടെ പോയി കൊടിയുയർത്തുന്ന സമയത്ത് അച്ചടക്കം പാലിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് നമ്മൾ അവിടെ കൊടിയുയർത്തുന്ന സമയത്ത് ഹാജരാവുകയും നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിവിടെ പ്രഭാഷണം അവസാനിക്കുകയാണ്. സമയം ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.